ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് രണ്ട് വീടുകളാണ്. ഒരുപോലെ ചെയ്തിരിക്കുന്ന രണ്ട് വീടുകൾ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പോക്കറ്റിൽ ഇണങ്ങുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. മെയിൻ റോഡിൽ നിന്നും ബസ് റോഡിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന രണ്ട് വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. നമുക്ക് വേണമെങ്കിൽ നടന്ന റോഡിലേക്ക് എത്താവുന്ന ദൂരത്തിലാണ്. കടകളും എല്ലാം ഓഫീസുകളും ഒക്കെ അടുത്തടുത്തുള്ള നല്ലൊരു സ്ഥലത്ത് തന്നെയാണ്, റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഭംഗിയായി എലിവേഷനും ചെയ്തിരിക്കുന്ന രണ്ട് വീടുകൾ നിങ്ങൾ കണ്ടു. വൈറ്റ് കളർ പെയിന്റിൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് രണ്ട് വീടുകളും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് വീടുകൾ സെയിലിനുണ്ട്. മൂന്നാമത് കാണുന്ന വീട്ടിലൊക്കെ ആളുകൾ താമസമായതാണ്. ചുറ്റിനും നോക്കുവാണെങ്കിലും വീടുകളൊക്കെ അത്യാവശ്യത്തിന് ആളുകൾ താമസിക്കുന്ന ഏരിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇങ്ങോട്ടുള്ള റോഡ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന വില്ലയിലേക്ക് വരുന്ന റോഡ് ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.3 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് കാക്കനാട് ഭാഗങ്ങളിലേക്കൊക്കെ 13 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്കും സെയിം തന്നെയാണ് 13 കിലോമീറ്റർ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ട്രാവൽ ചെയ്തെത്താം. വെറും 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്താവുന്നതാണ്. 3.5 സെന്റ് സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് 3 ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന ഈ വീടുകളിൽ ഒരെണ്ണം നമുക്കിന്ന് പരിചയപ്പെടാം. ഇന്ന് പരിചയപ്പെടുന്ന വീടിന് നിങ്ങൾ കണ്ടിരുന്നു. വീട് വൈറ്റ് കളർ പെയിന്റ് ആണ്, ബ്ലൂ കളർ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. മതിലൊക്കെ ആണെങ്കിലും ആ ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഗേറ്റ് കാണാം. നമുക്ക് വീടിനകത്തേക്ക് നേരെ നടന്ന് കയറാനായിട്ട് ചെറിയ ഗേറ്റ് ഉപയോഗിക്കാം. വാഹനങ്ങൾ കയറ്റുന്നതിനായിട്ട് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന വലിയൊരു ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ രണ്ട് പില്ലറുകളിലൊക്കെ ആയിട്ട് ഭംഗിയുള്ള രണ്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സറൗണ്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്ന ഈ ഒരു ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് നമ്മുടെ രണ്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസിലേക്കാണ്. വലിയൊരു മുറ്റമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടൈല് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. 1ഉം 2ഉം കാറുകൾക്ക് ഭംഗിയായിട്ട് പാർക്ക് ചെയ്യാനുള്ള വലിയ ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് വെക്കാവുന്നതാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചെടികൾ നടാനായിട്ട് കുറച്ച് സ്പേസ് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഗേറ്റിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള കാർ പാർക്കിംഗ് സ്പേസ് കണ്ടു. നേരെ റൈറ്റിലേക്ക് വരുവാണെങ്കിൽ സ്ട്രേറ്റ് വരുമ്പോൾ വീടിന്റെ സിറ്റ് ഔട്ട് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മൾ നടന്നു കയറാനുള്ള ആ ഒരു ഗേറ്റ് കണ്ടത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് ചെടി നടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റൽ വിരിച്ചിട്ട് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് ഓരോ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. വടക്ക് കിഴക്കാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അതിന് ചുറ്റിലൂടെയൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് ഹൈറ്റിലാണ് ഇവിടെ കെട്ടി ചെയ്തിരിക്കുന്നത്. നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള സ്പേസ് ആണ് ഇവിടെ ഫ്ലോറിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നല്ല ഹൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 2 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോർ തുറന്ന് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ മെയിൻ ഡോർ ഇതായിരുന്നു. ഇത് തുറന്ന് നമ്മൾ നേരെ ഇപ്പോൾ വന്നിരിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. വരുമ്പോൾ തന്നെ ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡോറിന് അടുത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിന്റെ ആ ഒരു ഔട്ടർ ഫ്രെയിം ഒക്കെ നോക്കിയാൽ കാണാം മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 3 വിൻഡോസ് വരുന്നത് ഈ ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്.
മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുമ്പോൾ കാണുന്ന ഈ ഒരു വോളിലാണ് നമുക്ക് ടി വി ഒക്കെ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. അവിടെയാണ് നമുക്ക് പ്ലഗ് പോയിന്റ് കാര്യങ്ങളൊക്കെയുള്ള എല്ലാം കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു മൾട്ടിവുഡിന്റെ ഷെൽഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടൊരു പ്ലാന്റുമാണ് വെച്ചിരിക്കുന്നത്. ആ കാണുന്ന വോൾ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് ചെറിയൊരു ഐവറി ഷെയ്ഡ് വരുന്ന ഭംഗിയുള്ളൊരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ റൂഫിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ 2 വീടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. 2 വീടുകൾക്ക് നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. ഇതിനു മുമ്പ് കണ്ട മറ്റേ വീട്ടിലാണെങ്കിൽ നമുക്ക് ആ ടി വി യൂണിറ്റിന്റെ ഭാഗത്തൊക്കെ വേറെ ഒരു അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടി വി എവിടെ വേണമെങ്കിലും വെക്കാൻ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തീരുമാനിക്കാം. നേരെ വരുമ്പോൾ കാണുന്ന ആ ഒരു വോളിൽ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുകൂടാതെ നമുക്ക് സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കൂടെ ഇങ്ങനെ ഒരു ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് വ്യൂവിൽ ഇരുന്നാണോ ടി വി കാണാൻ ആഗ്രഹം അതനുസരിച്ച് നമുക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് ചെറിയൊരു പാർട്ടീഷൻ പോലെ മൾട്ടിവുഡ് കൊണ്ട് തന്നെ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഈ ഭാഗത്ത് നമുക്ക് ടി വി വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെയൊക്കെ ആയിട്ടാണെങ്കിലും കബോർഡുകൾ കൊടുത്ത് ഡോർ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗവും ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനകത്തൊക്കെ ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മുകളിലേക്ക് പോകാനാണ് സ്റ്റെയർ കേസ്. ഇതിന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെപ്പുകളൊക്കെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടുത്തെ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞു. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലിവിംഗിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നത്. വീടിനകത്തെല്ലാം മെയിനായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. അതിന് മാച്ച് ചെയ്ത് തന്നെ ഡോറും വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഭാഗത്തും 2 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ആണെങ്കിലും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കിയാലും കാണാം സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കുകളും നമുക്ക് ആവശ്യത്തിന് മാത്രം വരുന്ന ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് ഓരോ കോർണറുകളിലും കൊടുത്തിരിക്കുന്നത്. മുകളിൽ കാണുന്ന ഭാഗത്തൊക്കെ LED സ്ട്രിപ്പുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വെള്ളം തെറിച്ച് പുറത്തേക്ക് വരാത്ത രീതിയിൽ കുറച്ച് ഡെപ്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ടൈലുകളെല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 BHK ആയ ഈ ഒരു വീട്ടിലെ താഴത്തെ ഒരു ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ലൊരു സ്പേസ് നമുക്ക് ഡൈനിങ്ങിൽ കിട്ടുന്നുണ്ട്. 6 പേരെ ഇരുത്താവുന്ന നല്ലൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ടൈൽ ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം കുറച്ചൊരു താഴേക്ക് ഇറങ്ങിയിട്ട് അതിനകത്തെല്ലാം ഭംഗിയായിട്ട് ഗ്രാസ് വിരിച്ചിട്ട് LED സ്ട്രിപ്പുകളാണ് സൈഡിലൂടെ കൊടുത്തിരിക്കുന്നത്. അതിന് നേരെ മുകളിലായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിൽ തന്നെയാണ്. ബാക്ക് സൈഡിൽ PVC പാനലിംഗ് കൊടുത്തിട്ട് ഭംഗിയുള്ള ഒരു റൗണ്ട് മിററും മുകളിൽ നല്ല ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ടും ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. താഴെയുള്ള ഭാഗത്ത് നമുക്ക് കബോർഡുകളായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഡോറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കാണുന്നത് ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെയൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിന്റെ മുകൾ ഭാഗവും അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള ആ ഒരു മുകൾ ഭാഗവും ഒക്കെ നോക്കിയാൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും വലിയ LED ബൾബുകളും ചെറിയ LED സ്ട്രിപ്പുകളും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആണ്, അതേസമയം വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നമുക്ക് വിൻഡോസ് വേറെ ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിന്റെയും ഈ പുറത്തുള്ള ഫ്രെയിം മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിന്റെ എൻട്രൻസ് കണ്ടോളൂ. ഭംഗിയായിട്ട് തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ PVC പാനലിംഗ് വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളുടെ ഉള്ളിലെല്ലാം തന്നെ ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെയൊക്കെ നമുക്ക് LED ലൈറ്റ് ഫിറ്റിംഗ്സ് കാണാം. ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു 3 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന അത്യാവശ്യത്തിനുള്ള സ്പേസ് നമുക്ക് കിച്ചണകത്ത് കിട്ടുന്നുണ്ട്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോയുമാണ് കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു കിച്ചണിന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്.
മുകളിലുള്ള ഈ ഒരു കാണുന്നതെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്നാൽ നമുക്ക് നേരെ വർക്ക് ഏരിയയ്ക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിലേക്കാണ് ഇറങ്ങുന്നത്. ഫ്ലോറിംഗ് ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. കിച്ചണിന്റെ റൂഫിലാണെങ്കിലും ചെറിയൊരു പ്രൊജക്ഷൻ പോലെ കൊടുത്തിട്ട് അവിടെയും LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. കയറി വന്ന വഴിക്ക് നോക്കുവാണെങ്കിൽ കാണാം സ്റ്റെപ്പ് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വളരെ സേഫ് ആയിട്ടും ഭംഗിയായിട്ടുമാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നടന്നു വന്ന വഴികളിലെല്ലാം ഫുഡ് ലാംപ്സിന് പകരമായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം ഹാൻഡ് റെയിൽസ് പോലെ തന്നെയാണ് LED സ്ട്രിപ്പുകൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു വലിയ ആ ഒരു വോളിലകത്ത് നമുക്ക് ഒരുപാട് ഓപ്പണിങ്സ് പെർഗോള മോഡലിൽ കൊടുത്തിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ആ കാണുന്ന ഓരോ ഗ്യാപ്പിനകത്തും ചെറിയ രീതിയിലുള്ള ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നേരെ റൂഫിലേക്ക് നോക്കിയാലും കാണാം മുകളിലാണെങ്കിലും LED സ്ട്രിപ്പ് കൊണ്ട് ഭംഗിയായിട്ടൊരു സ്ക്വയർ ഷേപ്പിലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റുകളെല്ലാം തന്നെ കിട്ടുന്നത്. അത്യാവശ്യത്തിന് നല്ല വലിപ്പമുള്ള ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. TV ഒക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വിഷന് മാച്ച് ആവുന്ന രീതിയിൽ നല്ല ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ 3 വിൻഡോസും ഇവിടെ 2 വിൻഡോസും ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ നേരെ റൂഫിൽ നോക്കിയാലും കാണാം ഭംഗിയായിട്ടുള്ള സിമ്പിൾ വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. മെയിൻ ബാൽക്കണി നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസ് എല്ലാം നോക്കിയാൽ കാണാം സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് താഴെ നിന്നുള്ള പില്ലർ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ആ സൈഡിലേക്ക് പുറത്തേക്ക് പ്രൊജക്ട് കേൾക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഒരാൾക്ക് കടന്നു പോകാവുന്ന സ്പേസ് ഇട്ടിട്ട് ആ ലാസ്റ്റ് എൻഡ് വരെ ഇങ്ങനെ ഈ ഒരു ബാൽക്കണിയുടെ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഒരു വീടും കൂടെ ഉണ്ട്. ഈ 2 വീടുകളാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് 2 വീടുകളും തമ്മിലുള്ളൂ. ലാൻഡ് അളവും സ്ക്വയർ ഫീറ്റും സെയിം ആണ്. 2 വീടുകളിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ള വീടുകൾ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. സ്റ്റെപ്പ് കയറി വന്നിട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്കിനി കാണാനുള്ളതെല്ലാം റൈറ്റ് സൈഡിലാണ്. സ്റ്റെപ്പ് കയറി നേരെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ ആദ്യത്തെ ഡോർ വന്നിട്ട് യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. യൂട്ടിലിറ്റി ഏരിയ വലിയൊരു സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് കണക്ഷനും അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. റൂഫ് എല്ലാം തന്നെ പോളി കാർബൺ ഷീറ്റ് ഇട്ട് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഗ്രില്ല് വെച്ചിട്ട് CNC കട്ടിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിന്റെ അളവ് വന്നിട്ട് 10x10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസും കാണാൻ പറ്റുന്നുണ്ട്. 10x10 ഫീറ്റിലാണെങ്കിൽ അത്യാവശ്യത്തിന് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി മിററോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം ഡോർസും ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ട് മുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ജെറയുടെ തന്നെയാണ് ഫിറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ടൈല് കൂടാതെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ബ്ലാക്കും കൂടെ ഡിറ്റെയിൽ വരുന്ന ടൈലാണ് ബോർഡർ ലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ഇവിടുത്തെ 2 ബെഡ്റൂമുകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫൈനൽ തേർഡ് ബെഡ്റൂം വരുന്നത്. അവിടേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഒരു വോള് നോക്കിക്കഴിഞ്ഞാൽ കാണാം താഴെ കണ്ട സെയിം വാൾപേപ്പർ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. റൂഫിലായിട്ട് ചെറിയൊരു LED ബൾബും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് 13x12 ഫീറ്റിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വോളില് 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഈ വോളിലും 2 സിംഗിൾ വിൻഡോസ് ആണ് കിട്ടുന്നത്. വാർഡ്രോബ് നമുക്ക് താഴത്തെ പോലെ തന്നെയാണ് സെയിം മൾട്ടിവുഡിൽ വുഡൻ കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ അതിനോടുകൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന വാർഡ്രോബിന്റെ മുകളിലൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്.
റൂഫിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമുകൾ 3 നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ടത് 2 വീടുകളാണ്. ഈ കാണുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. മെയിൻ റോഡിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീടുകളിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഏരിയയാണ്. എല്ലാ ഫെസിലിറ്റികളും അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് നമുക്ക് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടുകളുടെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3.5 സെന്റ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ കാണുന്ന വീടുകൾ ചെയ്തിരിക്കുന്നത്. 3.5 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന 2 വീടുകളും ചെയ്തിരിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളാണ് 2 വീടുകളും തമ്മിലുള്ളത്. ഒരു വീട് ഈസ്റ്റിലേക്കും ഒരു വീട് വെസ്റ്റിലേക്കും, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നമുക്ക് ഏത് വേണമെങ്കിലും നമ്മുടെ ഒരു വാസ്തു അനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ്. വാസ്തുപരമായിട്ടാണ് ഈ കാണുന്ന 2 വീടുകളും ചെയ്തിരിക്കുന്നത്. രണ്ടിലും നമുക്ക് നല്ല കിണർ വെള്ളമുണ്ട്. ഓപ്ഷനായിട്ട് KWയുടെ വാട്ടർ എടുക്കാവുന്നതാണ്. മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഈ കാണുന്ന വീടുകൾ 2 നമുക്ക് ഒരു വീട്ടിൽ 2 കാറുകൾ വെച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. മനോഹരമായ ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 63 ലക്ഷം രൂപയാണ്. 63 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ ഈ വീടുകൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൂരങ്ങൾ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റ് ആയിട്ടാണ്, സത്യസന്ധമായ വിവരങ്ങൾ മാത്രമാണ് ചാനലിലൂടെ നമ്മൾ നൽകാറുള്ളത്. അപ്പോൾ വീടുകൾ സ്വന്തമാക്കാനും ഒന്ന് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.